അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊതിക്കാനാണ്, വലിയ കത്തി വേണമെന്നും പറഞ്ഞ് കത്തി മേടിച്ചു കൊണ്ടുവന്നാണ് ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി നടത്തി ചലിക്കാൻ പോലും കഴിയാതെ അനുജത്തിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു ഉമ്മനെ 24-കാരനാവുന്ന മകൻ അറുക്കണത്. ജസ്റ്റ് അറുക്കല്ലേ ചെയ്തത്, അറുത്ത് തല വേർപ്പെടുത്തി. എന്നിട്ട് കോയിനറുത്ത ലാഘവത്തോടുകൂടെ അയാൾ ടാപ്പിൽ പോയി കത്തിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിച്ചുകൊണ്ട് അയലകത്ത് കടം വാങ്ങിയ കത്തി തിരിച്ചു കൊടുക്കുകയാണ്. സ്വന്തം അനുജനെ മാരകമായി കൊന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടു. കൂടെ 4 കൂടി ഉണ്ട്. ആ 4 കുറിച്ച് ഞാൻ പറയണില്ല. ഈ അനുജൻ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇവനെ കാണുന്നിടത്ത് പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുമായിരുന്നു. ഈ അനുജനെ സ്കൂളിട്ട് വരുമ്പോൾ അങ്ങാടിയിൽ നിന്ന് തന്നെ കൂട്ടിയിട്ട് നിനക്ക് ഞാൻ കുഴിമന്തി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് അത്ര ഇത്. അങ്ങനെ പാഴ്സലായിട്ട് കുഴിമന്തിയൊക്കെ വാങ്ങുന്നു. സന്തോഷത്തോടുകൂടെ ആ കുട്ടി കുഴിമന്തിയുടെ പൊതിയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. സിറ്റ് ഔട്ടിൽ അവൻ സ്കൂൾ ബാഗ് വെക്കുന്നു. റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറ്റി ഡൈനിങ് ടേബിളിൽ വെച്ച ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആർത്തിയോടെ പുറത്തൊരുങ്ങുമ്പോൾ ആദ്യം തന്നെ മൂർധാവിൽ ഹാമറിൻ്റെ വലിയ അടി കിട്ടുന്നത് സ്വന്തം ജ്യേഷ്ഠൻ. ഒരു വറ്റുപോലും തിന്നാൻ സമ്മതിച്ചില്ല കുട്ടിയെ. സമ്മതിക്കാൻ അവൻ ഉള്ളിൽ കയറ്റിയ ലഹരി അവന് സമ്മതിച്ചില്ല. വളരെ ദുഃഖകരമായൊരു സംഗതി. 5 പേരെ കൊന്ന ചങ്ങാതിയുടെ കൊലപാതകത്തിൽ ഏറ്റവും ക്രൂരം ഈ 13-കാരനെ കൊന്നതായിരുന്നു. ഈ 13-കാരൻ്റെ ഡെഡ് ബോഡി ആംബുലൻസിലേക്ക് കയറ്റിയ ഒരു സാമൂഹിക പ്രവർത്തകൻ ചാനലിൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ ആ കുട്ടിയെ അങ്ങനെ കോരിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ ആ കുട്ടിയുടെ തലയിലേക്ക് കയറിപ്പോയി. സ്വന്തം 13 വയസ്സുള്ള അനുജനെ 21 പ്രാവശ്യമായിരുന്നു വലിയ ചുറ്റിക കൊണ്ട് ആ ചങ്ങാതി ആഞ്ഞടിച്ചത്. അവൻ്റെ ഇളം തലയൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിട്ട് താങ്ങിയെടുക്കുന്ന ആളുടെ കൈ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ദുരന്തം പോലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. ഇതൊരു ചെറിയ സംഗതിയല്ല. നമ്മുടെ മക്കൾക്ക് ഇതേക്കുറിച്ച് ബോധമില്ലേ? ഇതൊക്കെ എന്ത് എന്നുള്ളിടത്താണ് അവരുള്ളത്. ഹീറോയിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൃത്തികേട് വേണമെന്നാണ് കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നത്. ഹീറോയിസം കാണിക്കൽ അങ്ങനെയാണ്. പണ്ട് പാട്ട് പാടുന്നവൻ കോളേജിൽ ഉഷാറുള്ളവനായിരുന്നു. മതപരമായി നമുക്ക് താല്പര്യമൊന്നുമില്ലെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, നാടകം കളിക്കുന്നവർ, ഡാൻസ് കളിക്കുന്നവരൊക്കെ നല്ല ഹീറോമാരായിരുന്നു. ഇപ്പം അവരൊന്നുമല്ല ഹീറോകൾ. നേരെ മറിച്ച് സ്വന്തം സഹോദരൻ്റെ പുറത്ത് പേനക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്നവനാണ് ഹീറോ. നഴ്സിംഗ് വിദ്യാർത്ഥികൾ താരതമ്യേന ആർദ്രരായിരിക്കും. അവരുടെ ജോലി അങ്ങനെയാണ്. മനുഷ്യന്മാരെ പരിചയിക്കുക, മനുഷ്യന്മാരുടെ വേദനകളില്ലാതെയാക്കുക. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചേർന്നാണ് സഹപാഠിയെ ഷർട്ടഴിച്ച് കമത്തിക്കടത്തിയിട്ട് അവൻ്റെ പുറത്ത് മാത്സിന് ഉപയോഗിക്കുന്ന ബോക്സിലുള്ള ഡിവൈഡർ എന്ന് പറയുന്ന 2 സൈഡിലും മാണിയുള്ള സാധനം 17 എടുത്ത് കുത്തി താഴ്ത്തിയത്, ചിത്രം വരച്ചത്. ഒരാണി ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മറ്റു ഭാഗം വട്ടത്തിൽ കറക്കിയിട്ട് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പുറത്തും ശരീരഭാഗങ്ങളിലും ചിത്രം വരച്ചത്. ഏട്ടാ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ആ കുട്ടി. ടോയ്ലറ്റ് ലോഷൻ കൊടുന്ന് തേച്ച് കൊടുക്കുകയാണ് ഈ മുറിവിലാകെ. പിന്നെയും കരഞ്ഞപ്പോൾ വായയിലേക്ക് അയച്ചു കൊടുക്കുക. ആ കുട്ടിയുടെ ലൈംഗിക ഭാഗത്ത് എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡമ്പൽ എന്ന് പറയുന്ന സാധനം 2 എണ്ണം കയറ്റി വെക്കുകയാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആർദ്രരായിരിക്കും, ജനങ്ങളുടെ വിഷമം തീർക്കുന്നവരായിരിക്കും, മുറിവായവനേക്കാളും ഹൃദയം വേദനിച്ചുകൊണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതല്ല നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്രമേൽ ക്രൂരരാവാൻ കഴിയുന്നത്? എങ്ങനെയാണ് മാതാവിനെയും പിതാവിനെയും കൊച്ചനുജനെയും തിരിച്ചറിയാത്ത വിധം അവരുടെ ഹൃദയം അന്ധകാര നിബിഡമാകുന്നത്? അവിടെയാണ് ലഹരിയും മയക്കുമരുന്നും അതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നടത്തുന്ന ഭീകരമായ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം എല്ലാവർക്കും അറിയണ കേസ് തന്നെ ഞാനീ പറയണതൊക്കെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെയൊക്കെ നാടും പ്രദേശങ്ങളിൽ പോലും ഇതൊക്കെ സുലഭമാണ്. കേരളത്തിൽ പ്രധാനമായും 11 ലഹരി വസ്തുക്കളാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് കഞ്ചാവാണ്. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവും വന്നു. കുറച്ച് മതിയത്ര വേഗം കിറുങ്ങി കിട്ടുന്ന
സിനിമക്കാരൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത് അതാണ്. രണ്ടാം സ്ഥാനത്താണ് MDMA ഉള്ളത്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. പെൺകുട്ടികളും യുവതികളും കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല, നേരെ മറിച്ച് സ്റ്റിക്കറും സ്റ്റാമ്പുകളുമാണ്. സ്റ്റിക്കറും സ്റ്റാമ്പുകളുമാണ്. എന്താണ് സ്റ്റിക്കർ, എന്താണ് ഈ സ്റ്റാമ്പ്? ശരീരത്തിലെ മൃദുലമായ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കി അതിൽ ഒട്ടിച്ചു വെച്ച് ലഹരി ആസ്വദിക്കുന്ന ചില പ്രത്യേക സാധനങ്ങൾ. ശരീരത്തിൻ്റെ സോഫ്റ്റായ ഭാഗങ്ങൾ, ഈ വായുടെ ഉള്ളിൽ, നാക്കിൻ്റെ അടിയിൽ. ചില പെൺകുട്ടികൾ ഇവിടെയൊന്നും വെച്ചാൽ ആരെങ്കിലുമൊക്കെ കണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഒരാൾക്കും പരിശോധിക്കാൻ പോലും പറ്റാത്ത അത്ര സ്വകാര്യമായ അവരുടെ ഭാഗങ്ങളിൽ പ്ലസ് പോലെ മുറിവുണ്ടാക്കുന്നു. ആ ബ്ലഡ് വറ്റുന്നതിൻ്റെ മുമ്പ് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്നു, സ്റ്റാമ്പ് ഒട്ടിച്ചു വെക്കുന്നു. 4 മുതൽ 40 മണിക്കൂർ വരെ ലഹരിയുടെ ലോകത്ത് അവർ അന്തം വിട്ട് ജീവിക്കുന്നു. വീട്ടിലുണ്ടാവും, ക്ലാസ്സിലൊക്കെ ഉണ്ടാവും, വിളി കേൾക്കാൻ കഴിയില്ല, പറയണൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഭക്ഷണത്തിനോട് വിരക്തരായിരിക്കും, പലപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഒരൊറ്റ ഉപയോഗം കൊണ്ട് ശക്തമായ അഡിക്റ്റാകുന്നതാണ് ഈ MDMA എന്നൊക്കെ പറയുന്ന സാധനം. ഒരൊറ്റ ഉപയോഗം കൊണ്ട് കൂടുതൽ വേണ്ട, ഒരൊറ്റ ഉപയോഗം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വളാഞ്ചേരിയിൽ നിന്ന് 4-5 ചങ്ങാതിമാർ ചേർന്ന് കടപ്പുറത്തെ കാറ്റുകൊള്ളാൻ പോണത് കോഴിക്കോട്ട്. ആ കുട്ടി വന്നിട്ട് പ്രമുഖമായ ചില ചാനലുകളിൽ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട് അവൻ്റെ പിന്നീടുള്ള അവസ്ഥ. കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ MDMA ഉപയോഗിക്കാൻ പറയുന്നു. അവൻ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നു. പിന്നെയും അവരിങ്ങനെ ഇവനെ പറഞ്ഞു കയറ്റുന്നു. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ എന്താ പറ്റുകയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുപയോഗിച്ചതൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് പറയാണ്. ഒരു വട്ടം ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് അവനോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനും നല്ല ധൈര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രലോഭനത്തിൽ ആ ചെറുപ്പക്കാരൻ വീണു. 23 വയസ്സ് വരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത നമ്മുടെ വളാഞ്ചേരിക്കാരൻ ചെറുപ്പക്കാരൻ അന്ന് ആദ്യമായി MDMA ഉപയോഗിച്ചു. പിറ്റേ ദിവസം അതേ നേരത്ത് അവന് വിഭ്രാന്തി വന്നു. അന്ന് കൊടുത്തോൻ തന്നെ അന്നും കൊടുത്ത് 2-3 ദിവസം സൗജന്യമായി ഇവൻ കൊടുത്ത് ഈ കുട്ടി പൂർണ്ണമായി അതിന് അടിമയായതോടുകൂടെ അവർ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വന്നു. വയനാട്ടിൽ പോയി മേടിച്ചു, എറണാകുളത്ത് പോയി മേടിച്ചു. ഇത് മേടിക്കാനുള്ള ഭീമമായ സംഖ്യയ്ക്ക് വേണ്ടി വിവിധ വസ്തുക്കൾ മോഷ്ടിച്ച് അവനൊരു നല്ല കള്ളനായി മാറി. എന്നിട്ടും ഇതിന് കാശ് കിട്ടാതെ വന്നപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ അവനും ഇതിൻ്റെ വിതരണക്കാരനായി മാറി. പിന്നീട് അവൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് മയക്കുമരുന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, 2 പേരും ഒന്നിച്ച് വന്നിട്ട് മയക്കുമരുന്ന് വാങ്ങും. ഒരു പ്രാവശ്യം ചെറുപ്പക്കാരൻ വന്നു, അവനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിച്ചത് ഭാര്യ ആയിരിക്കുമല്ലേ എന്ന്. അവൻ പറഞ്ഞു അല്ല, പെങ്ങളാണ്. ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചു പോയിട്ട് MDMA മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുപയോഗിച്ചു കൊണ്ട് സ്വപ്നം കാണുന്ന കേരളത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് സുന്നി സംഘടനകൾ ഇങ്ങനെയൊക്കെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു? ബോധമുള്ളൊരു കേരളം കാണണം എന്നുള്ള മോഹം കൊണ്ട്, നിരന്തരമായി കൊലപാതകങ്ങൾ സംഭവിക്കരുത് എന്നതുകൊണ്ട്. സിബി മാത്യു എന്ന മുൻ പോലീസ് ഓഫീസർ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ചാണത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ ദേശീയ ശരാശരിയേക്കാളും കേരളത്തിൽ ആത്മഹത്യ കൂടരുത് എന്നതുകൊണ്ട്